കേരള മുഖ്യമന്ത്രി സതീശൻ മുഖ്യമന്ത്രി ആവുമെന്ന് യാതൊരു പ്രഖ്യാപനമോ ഉറപ്പോ ഇല്ലാത്ത സമയത്ത്, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുന്നേ മെയ് 1 തീയതി മംഗലാപുരത്തേക്ക് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര പോയിരുന്നു. രഹസ്യയാത്ര, പക്ഷേ അത് പരസ്യയാത്രയായി മാറി. അതിൻ്റെ വീഡിയോയും അദ്ദേഹം പോകുന്ന ചിത്രങ്ങളും വീഡിയോകളും പോയതിന് ശേഷം ആ മീറ്റിംഗ് നടന്ന സ്ഥലത്തെ ചിത്രങ്ങളും വീഡിയോ ഒക്കെ പുറത്ത് ലീക്കായി. ആരാണത് പുറത്തേക്ക് വിട്ടതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ അത് എല്ലാവരും കണ്ടു. എല്ലാവരും ചോദിച്ചു, എന്തിനാണ് സതീശൻ ഈ സമയത്ത്, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് മെയ് 2 തീയതി 3 തീയതിയാണ് റിസൾട്ട് വരുന്നത്, അതിന് മുന്നേ ആയിട്ട് മെയ് 1 തീയതി ഈ യാത്ര എന്തിന് നടത്തി? എല്ലാവരും ചോദിച്ചു. സതീശൻ പൂക്കി ചിരിച്ചു എന്നല്ലാതെ അതിനൊരു ഉത്തരം പറഞ്ഞിരുന്നില്ല. സത്യത്തിൽ ആ ചർച്ച മംഗലാപുരത്ത് നടത്തിയത് NDA നേതാവ് VM ഫാറൂഖിയുടെ വീട്ടിലായിരുന്നു. NDAയുടെ കർണാടകയിലെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി ആ ചർച്ചയിൽ പങ്കെടുത്തത്. ആ ചർച്ചയിലെ പ്രധാന ഒരു കക്ഷി അദാനി ഗ്രൂപ്പിൻ്റെ ജനറൽ മാനേജരായ കിഷോർ ആൽവയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹവുമായും ഈ ഫാറൂഖിയുടെ നേതൃത്വത്തിൽ അവിടെ നടത്തിയ സബ്ജക്റ്റ് എന്തെന്ന് ചിരിച്ച് തള്ളുകയല്ലാതെ സതീശൻ ഒരിക്കലും അതിന് മറുപടി കൊടുത്തിരുന്നില്ല. ജനങ്ങൾ ആകാംക്ഷയോടെ ചിലപ്പോഴൊക്കെ അത് കേൾക്കാൻ കാത്തിരുന്നിരുന്നു. പക്ഷേ അതിന് പിടികൊടുക്കാതെ സതീശൻ ഒഴിഞ്ഞുമാറി. ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു. UDF മഹാഭൂരിപക്ഷം നേടി. മുഖ്യമന്ത്രി ആരാകുമെന്ന് ദിവസവും പലതരം ചർച്ചകൾ ഡൽഹിയിലും തിരുവനന്തപുരത്തും ഒക്കെയായി നടന്നു. പല പേരുകൾ അവിടേക്ക് വന്നു. അവസാനം ജയിച്ച MLA മാർ, കോൺഗ്രസ് MLA മാർ തന്നെ എല്ലാവരും കൂടി മഹാഭൂരിപക്ഷത്തോടുകൂടി ഒരു പേര് തന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം ചെന്നപ്പോൾ എല്ലാവരും ആ വ്യക്തി തന്നെ മുഖ്യമന്ത്രിയുമാകും എന്ന തീരുമാനത്തിലെത്തി. തിരുവനന്തപുരത്തേക്ക് എല്ലാവരും വന്നു. ചാർട്ടേഡ് ഫ്ലൈറ്റ് വന്നു. തിരുവനന്തപുരത്തിരിക്കുന്ന പല സീനിയർ നേതാക്കളും ഞാൻ മുഖ്യമന്ത്രിയാകും, അതോ ആകാനുള്ള സാഹചര്യം ഒരുക്കാനായി അദ്ദേഹം ഡൽഹി വരെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സീനിയർ നേതാക്കളും മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളും ചെയ്തു വെച്ച പ്രഖ്യാപനം വരുന്ന ദിവസം വന്ന പേര് അവരെക്കാട്ടി ജൂനിയറായ സതീശൻ്റെ പേരായിരുന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ സീനിയർ നേതാക്കളെ പലരും അവിടെ നിന്ന് സ്ഥലം വിടുകയായിരുന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ കണ്ടത് ആർക്കും ഉത്തരമില്ല. കാരണം പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അതായത് കാലത്ത് വന്ന ടെസ്റ്റ് ഉച്ചയാകുമ്പോൾ വേറെ ടെസ്റ്റ്, വൈകുന്നേരം വേറെ ടെസ്റ്റ്, അങ്ങനെ അവസാനം അതായത് മെയ് 2 തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് 18 തീയതിയാണ് പ്രഖ്യാപനം വരുന്നത് സതീശൻ മുഖ്യമന്ത്രി എന്നത്. 16 ദിവസം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും നീണ്ട ഒരു കാലയളവ് ഒരു മുഖ്യമന്ത്രി സ്ഥാനം പ്രഖ്യാപിക്കാൻ. അത്രയ്ക്കും വടംവലികൾ, ചരടുവലികൾ ഡൽഹിയിലും തിരുവനന്തപുരത്തുമായി നടന്നു. ഈ വലിയ വടം ആരാണ് വലിച്ചത്? അതാണ് ഇവിടുത്തെ ചോദ്യം. ആ വടം ആരുടെ കഴുത്തിലിട്ട് വലിച്ചു, ആ സ്ഥാനത്തേക്ക് വലിച്ചു കൊണ്ടുപോയി എന്നതൊരു ചോദ്യചിഹ്നമാണ്. ഇവിടെ വടം കഴുത്തിൽപ്പെടാൻ വേണ്ടിയിട്ട് പല സീനിയർ നേതാക്കൾ ഓടി നടന്നു. പക്ഷേ ആ വലിയ വടം ചെന്നു വീണത് സതീശൻ്റെ കഴുത്തിലായിരുന്നു. ആ വടം വലിക്കാനുള്ള ശക്തി ആ വടം വലിക്കുന്നവർക്ക് ആരാണ് കൊടുത്തത്? ആ ഉത്തരമാണ് ഈ മെയ് 1 തീയതിയിലെ ഈ വിമാനയാത്ര. ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തു കൊടുത്ത ആ ബിസിനസ് ഗ്രൂപ്പിൻ്റെ അതിനുള്ള ചരടുവലിയുടെ ആ റിസൾട്ടായിരുന്നു മെയ് 18 തീയതി സതീശൻ്റെ പേര്. അപ്പോൾ ഈ സതീശനെ ഫോക്കസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്, അതിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ഇപ്പോൾ ജനങ്ങൾക്ക് പിടികിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തു തന്നെയായാലും പലതരം പദ്ധതികൾ വളരെ യാതൊരുവിധ കള്ളത്തരങ്ങളും ഇല്ലാതെ ഇവിടെ നടപ്പാക്കേണ്ട ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ
ഇത്തരത്തിലുള്ള, അതായത് രാഹുൽ ഗാന്ധി പോലും എതിർക്കുന്ന വലിയൊരു ബിസിനസ് മേനെയാണ് അതേ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വീണ്ടും കൊണ്ടുവന്ന് ഇറക്കാൻ നോക്കുന്നത്. എന്നിട്ട് ഈ അദാനിയെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ നരേന്ദ്രമോദിയെ ഇരുന്ന് തെറി വിളിക്കുകയും ചെയ്യും. ഇതാണ് ഇവിടെ കണ്ടുവരുന്ന ഏറ്റവും വലിയ തമാശ. എന്തുതന്നെയായാലും വളരെ രഹസ്യമായിരുന്ന ആ സംഗതി പുറത്തു വന്നു എന്നാണ് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നു മെയ് 1-ാം തീയതി അവിടെ പോയത് ഇന്ന കാര്യത്തിനാണ്, ഇന്ന ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ്, ഇന്ന ആളെ കാണാൻ പോയതാണ് എന്നൊക്കെ ഇപ്പോൾ പുറത്ത് വലിയ ന്യൂസായി വരുന്നു. പക്ഷേ അതിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു KSEBയുമായിട്ട് വലിയ ഒരു ജനങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള എന്തൊക്കെയോ പദ്ധതികൾ കരാറായിട്ടുണ്ട്, അതിവിടെ നടപ്പാക്കും. പോർട്ടുകളിൽ എന്തൊക്കെയോ സംഭവങ്ങൾ വരുമെന്നൊക്കെ. ഇതൊന്നും ജനങ്ങൾക്ക് എന്ത് ഗുണം ചെയ്യുമെന്ന് കാത്തിരുന്നു കാണാം. എന്തായാലും ഇലക്ഷന് മുന്നേ തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ആ മുതലാളി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന് മുതലാളി ആ വടം, ആ കയറ് ആരുടെ കഴുത്തിലിടണമെന്ന് ഇവിടുത്തെ ഒരു പ്രധാന കക്ഷിയുടെ കയ്യിൽ ആ കയറ് കൊടുത്തിരുന്നു. ആ കക്ഷി ആ കയറിട്ട് മുറുക്കി ആ വ്യക്തിയെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി. ഇവിടെ സീനിയർ നേതാക്കൾ പോലും, ആ പാർട്ടിയുടെ ഹൈക്കമാൻഡ് പോലും ഞെട്ടിത്തെരിച്ചുമുണ്ടാതിരുന്നു. ആ സ്ഥാനാർത്ഥി ഇപ്പോൾ ആ കസേരയിലിരുന്ന് വട്ടം തിരിയുകയാണ്. അതിൻ്റെ ബെയറിംഗ് പോകുന്നത് വരെ ആ വട്ടം തിരിക്കൽ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും 3 മാസം കൊണ്ട് 10,400 കോടി കടമെടുത്തു. ഇപ്പോൾ ഓണാഘോഷത്തിന് 2,200 കോടി കടമെടുക്കും. അത് കഴിഞ്ഞ സർക്കാരിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ലാതെ കടമെടുക്കൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ജനങ്ങൾ ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതാണ് കേരളത്തിൻ്റെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എന്ന് നമുക്ക് അനുമാനിക്കാം.